بسم الله والحمد لله وصلى الله على نبينا محمد وآله وصحبه وسلم. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا كريم. സൂറത്തുൽ ഹജ്ജ് 14-15 വചനങ്ങൾ. أعوذ بالله من الشيطان الرجيم. إن الله يدخل الذين آمنوا وعملوا الصالحات جنات تجري من تحتها الأنهار إن الله يفعل ما يريد. من كان يظن أن لن ينصره الله في الدنيا والآخرة فليمدد بسبب إلى السماء ثم ليقطع فلينظر هل يذهبن كيده ما يغيظ. إن الله يدخل الذين آمنوا وعملوا الصالحات جنات تجري من تحتها الأنهار إن الله يفعل ما يريد. من كان يظن أن لن ينصره الله في الدنيا والآخرة فليمدد بسبب إلى السماء ثم ليقطع فلينظر هل يذهبن كيده ما يغيظ. കഴിഞ്ഞ ആയത്തുകളിൽ ബാത്തിലിനു വേണ്ടി സംസാരിക്കുന്നവർ, തർക്കം നടത്തുന്നവർ, ആ വിഭാഗത്തെക്കുറിച്ച് അല്ലാഹു പരാമർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരിൽ രണ്ട് വിഭാഗം ആളുകളുണ്ട് എന്നും പരാമർശം നമ്മൾ കണ്ടു. ഒന്ന് മുഖല്ലിദാണ്, മറ്റൊന്ന് ദാഇയാണ്. മുഖല്ലിദ് എന്ന് പറഞ്ഞാൽ ആളുകൾ പറയുന്നത് പ്രചരിപ്പിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് അവരല്ല അതിന്റെ ശരിയായ വക്താക്കൾ, മറിച്ച് അത് ആരൊക്കെയോ പറയുന്നു അവരെ പിൻപറ്റി അവരുടെ കൂടെ കൂടുന്നവർ മുഖല്ലിദുകൾ. മറ്റൊന്ന് ദാഇമാരാണ്, അതിലേക്ക് പ്രബോധനം ചെയ്യുന്ന ആളുകളാണ്, അവരുടെ ആശയത്തെ പ്രചരിപ്പിക്കുന്നവർ. ബാത്തിലായ ആളുകൾക്ക് ഇങ്ങനെയുള്ള ആളുകളുണ്ടാവും, പ്രബോധകരുണ്ടാവും, അവരെ പിൻപറ്റുന്നവരുണ്ടാവും, മുഖല്ലിദുകളുണ്ടാവും. അവരെ സംബന്ധിച്ചൊക്കെ കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്, തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ
മുഅ്മിനാണ് എന്ന് പറയുന്ന കൂട്ടരിൽ രണ്ട് വിഭാഗം ആളുകൾ ഉണ്ടാകും. ഒന്ന്, ഈമാൻ ശരിയായി മനസ്സിലേക്ക് പ്രവേശിക്കാത്തവർ, കൽബിലേക്ക് ഈമാൻ ശരിയായി കയറാത്തവർ. അവരെ സംബന്ധിച്ചാണ് മുനാഫിക്കുകൾ എന്ന് പറയും. അത്തരം ആളുകളെ സംബന്ധിച്ചും കുറച്ചു മുമ്പ് പരാമർശം വന്നിട്ടുണ്ട്. ഇനി അതിൽ തന്നെ രണ്ടാമതൊരു വിഭാഗമാണ് ശരിയായ വിശ്വാസികൾ എന്ന് പറയുന്നു. വിശ്വാസം ശരിക്കും മനസ്സിലേക്ക് കയറി അടിയുറച്ച് വിശ്വാസമുള്ള ആളുകൾ. ആ ആളുകളെ സംബന്ധിച്ചാണ് ഈ ആയത്തിലെ പരാമർശം. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല, യുദ്ഖിലുൽ ലദീന ആമനു, വിശ്വസിച്ച ആളുകളെ പ്രവേശിപ്പിക്കുന്നതാണ്, വഅമിലുസ് സ്വാലിഹാത്തി, അമലു സ്വാലിഹാത്ത് എടുക്കുന്നവരെയും, ജന്നാത്തിൻ തജ്രി, ജന്നാത്തിൻ സ്വർഗ്ഗത്തോപ്പുകളിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ്. ആ സ്വർഗ്ഗത്തോപ്പിന്റെ പ്രത്യേകത തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു, ആ തോപ്പുകൾക്കടിയിലൂടെ പുഴയൊഴുകുന്ന തോപ്പുകളാകുന്നു അത്. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, തജ്രി ഒഴുകുന്നു, മിൻ തഹ്തിഹ, ആ തോപ്പുകളുടെ അടിയിലൂടെ. തഹ്ത് എന്ന് പറഞ്ഞാൽ അടിഭാഗം, താഴെ ഭാഗത്തുകൂടെ. അൽ അൻഹാറു, പുഴകൾ. നെഹ്ർ, പുഴ. അൻഹാർ അതിന്റെ ബഹുവചനമാണ്. അപ്പൊ അൻഹാർ, പുഴകൾ ഒഴുകുന്നു എന്നാണ്. അപ്പൊ ഒന്നല്ല, പുഴകളാണ് ഉണ്ടാവുക. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, യഫ്അലു മാ യുരീദു, അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവനാകുന്നു. യഫ്അലു, അവൻ പ്രവർത്തിക്കുന്നു, മാ, ഒരു കാര്യം, യുരീദു, അവൻ ഉദ്ദേശിക്കുന്ന, അവൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം പ്രവർത്തിക്കുന്നവനാകുന്നു നിശ്ചയമായും അല്ലാഹു എന്നാണ്. അപ്പൊ ഇവിടെ ശരിയായ വിശ്വാസമുള്ള അമലു സ്വാലിഹാത്തുകൾ എടുത്ത ആളുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന വാഗ്ദാനമാണ്, അവർക്ക് അല്ലാഹു തായ് ഭാഗത്തുകൂടെ പുഴകൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ അല്ലാഹു നൽകുമെന്ന് പറയുന്നു. ഇവിടെ ജന്നാത്ത്, സ്വർഗത്തോപ്പുകൾ എന്നാണ് പ്രയോഗം. സ്വർഗമെന്ന് പ്രയോഗിക്കാതെ ജന്നാത്ത് എന്ന് പ്രയോഗിച്ചതിന്റെ വിവക്ഷ എന്താണ്? തഫ്സീറിൽ കാണാം, അതൊരു ജന്നത്ത് തന്നെയാണ്, തോപ്പ് തന്നെയാണ്. ഒരു പൂന്തോട്ടം പോലെ വ്യത്യസ്തമായ പൂക്കളടങ്ങിയ, വ്യത്യസ്തമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു തോട്ടം പോലെയാണ് അവിടം എന്നതുകൊണ്ടാണ്. അത് തഫ്സീറുകളിൽ കാണാം, അലൽ മനാസിലി വൽ ഖുസൂരി വൽ അസ്ജാരി വൻ നവാബിത്, അവിടെ വ്യത്യസ്തമായ വീടുകളുണ്ട്, കോട്ടകളുണ്ട്, മരങ്ങളുണ്ട്, സസ്യലതാദികളുണ്ട്. വയസ്തതിറു ബിഹാ മിൻ കസ്റതിഹാ, അവിടെ നിബിഡമായി കിടക്കുന്ന വനങ്ങളുണ്ട്. അതൊക്കെ അവർക്ക് തണലേകുന്ന രീതിയിൽ സംവിധാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഒരു ജന്നത്ത്, ഒരു തോട്ടം എന്ന് പ്രയോഗിക്കാൻ കാരണം എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അത്തരം ആളുകൾക്ക്, വിശ്വാസം ഉറച്ച അമലു സ്വാലിഹാത്തുകൾ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സ്വർഗം, ആ ഒരു തോപ്പ് നൽകുന്നതാണ് എന്നാണ് പ്രയോഗം. ശേഷം അല്ലാഹു ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇന്നല്ലാഹ യഫ്അലു മാ യുരീദു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവനാകുന്നു എന്നാണ്. അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങൾ അതിനെ തടയുവാനോ അതിനെ എതിർക്കുവാനോ നമുക്ക് സാധ്യമല്ല. അല്ലാഹു എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നടപ്പിലാക്കാൻ കഴിവുള്ളവനാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരിമിതി ഉള്ളവരാണ്. വലിയ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കും, മനസ്സിൽ കൊണ്ട് നടക്കും, പക്ഷേ നമുക്കത് തീർപ്പാക്കാൻ കഴിയുകയില്ല. പലതും നമ്മൾ ആഗ്രഹിക്കും, പക്ഷെ തീർപ്പാക്കാൻ കഴിയുകയില്ല. അങ്ങനെയാവണം, ഇങ്ങനെയാവണം എന്നൊക്കെ ചിന്തിക്കും, പക്ഷേ പലപ്പോഴും അതിന് സാധിക്കാറില്ല. ലോകത്ത് വലിയ സ്ഥാനങ്ങളും മാനങ്ങളും നേടിയവർ അതിനപ്പുറത്തുള്ളത് നേടാൻ വേണ്ടി പരിശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് അവർക്ക് അടങ്ങുകയില്ല. പലരും അവരുടെ സ്ഥാനം എത്തണമെന്ന് വിചാരിക്കുന്നു, എന്നാൽ അവരുടെ അവസ്ഥയോ അതിന് മുകളിലേക്ക് എങ്ങനെയെങ്കിലും എത്തിപ്പെടണം എന്നാണ്. അങ്ങനെ ഈ ലോകത്ത് ആ നിലയ്ക്ക് എത്തിപ്പെടാൻ വേണ്ടി ശ്രമിച്ചാൽ അതൊരു പക്ഷേ നടക്കുകയില്ല.
അതുകൊണ്ട് തന്നെ അത് സൃഷ്ടികളാണ്, നമ്മളൊക്കെ സൃഷ്ടികളാണ്. ആ സൃഷ്ടികൾക്ക് പരിമിതിയുണ്ട്. നമുക്കെല്ലാം ചെയ്യാൻ കഴിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ കഴിയുകയുള്ളൂ. പൂർണ്ണമായും 100% ഒരു കാര്യം കൃത്യമായി ചെയ്യാൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് കഴിയുക. പരിപൂർണമായ രീതിയിൽ എല്ലാം ഒത്തുകൊണ്ട് കൃത്യമായി ചെയ്യാൻ കഴിയുന്നവൻ, ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായും മുഴുവനായും ചെയ്യാൻ സാധിക്കുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. എന്താണ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യം പറഞ്ഞതിന് ശേഷം ഇങ്ങനെയൊരു പ്രയോഗം, ഇന്നല്ലാഹ യഫ്അലു മാ യുരീദ്, അല്ലാഹു ഉദ്ദേശിക്കുന്നതൊക്കെ ചെയ്യും എന്ന് പറയാനുള്ള കാരണം എന്താണ്? തഫ്സീറിൽ കാണാം. അതിൽപ്പെട്ടതാണ്, അല്ലാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ഈസാലു അഹ്ലിൽ ജന്നത്തി ഇലൈഹാ, സ്വർഗാവകാശികളായ സ്വർഗത്തിന്റെ ആളുകളായ ആ മനുഷ്യന്മാരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച കാര്യമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കും. അതിനെ തടയാൻ ആർക്കും സാധ്യമല്ല. ഈ ലോകത്തൊരു പക്ഷേ ദരിദ്രനായി ആരാലും പരിഗണിക്കപ്പെടാതെ ജീവിച്ച മനുഷ്യനായേക്കാം. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ അവന് പരിഗണന ഉണ്ടാകും. അള്ളാഹു അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ തടയാൻ മറ്റുള്ളവർക്ക് സാധിക്കുമോ? ഇവിടെ അള്ളാഹു നമുക്ക് ഇഷ്ടമില്ലാത്ത, നമുക്ക് കോപമുള്ള ഒരാളെ അള്ളാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചാൽ നമുക്കതിനെന്തെങ്കിലും ചോദ്യം ചെയ്യാൻ കഴിയുമോ? കഴിയുകയില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച കാര്യങ്ങൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കും. അതിനെ തടയാനോ അതിനെ വിഘാതം സൃഷ്ടിക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല. അത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യവും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന്റെ കയ്യിലാണത്. നമ്മൾ എത്ര അമലുകൾ എടുത്തു പോയി കഴിഞ്ഞാലും ആ അമലുകളൊക്കെ സ്വീകരിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്നത് അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അള്ളാഹു നമുക്ക് നൽകുന്ന ഔദാര്യമാണ്. നമുക്കൊക്കെ ഈ അമലുകൾ എടുക്കുമ്പോൾ, നിസ്കരിക്കുമ്പോൾ, നോമ്പെടുക്കുമ്പോൾ ഉള്ള പ്രതീക്ഷ അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഈമാനും അമലും സ്വാലിഹാത്തുള്ള ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനം ഒരിക്കലും അള്ളാഹു തെറ്റിക്കുകയില്ല എന്നതാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. അള്ളാഹുവിന്റെ കയ്യിലാണ് അവന്റെ സ്വർഗത്തിന്റെ എല്ലാം ഉള്ളത്. പ്രവേശിപ്പിക്കേണ്ടത് ആരെയാണ് പ്രവേശിപ്പിക്കേണ്ടത് പാടില്ലാത്തത് എന്നൊക്കെ തീരുമാനിക്കുന്നത് അള്ളാഹുവാണ് എന്നർത്ഥം. അടുത്ത ആയത്തിൽ മൻ കാന യദുന്നു അല്ലൻ യൻസുറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ, ഇനി ദീനിനോടും പ്രവാചകനോടും ഒക്കെ കോപമുള്ള, ദീനിനോട് അരിശമുള്ള, പ്രവാചകനോട് അരിശമുള്ള ആളുകളെ സംബന്ധിച്ചാണ് പ്രയോഗം. മൻ കാന യദുന്നു അല്ലൻ യൻസുറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിലും പരലോകത്തിലും ദുനിയാവിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുകയില്ല, സഹായം അല്ലാഹു നൽകുകയില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ ഫൽയംദുദ്, അവൻ നീട്ടിക്കൊള്ളട്ടെ, ബിസബബിൻ, ഒരു കയറ്, ഇല സമാഇ, ആകാശത്തേക്ക്, ഫുമ്മൽ യഖ്ത, പിന്നീട് അവൻ അടച്ചു കളയട്ടെ, ഫൽയൻദുർ, എന്നിട്ട് അവൻ നോക്കുകയും ചെയ്യട്ടെ, ഹൽ യുദ്ഹിബന്ന കൈദുഹു മാ യഗീബ്, അവൻ ഈ കാണിച്ച കുതന്ത്രം, ആ കുതന്ത്രം കൊണ്ട് അവൻ അരിശം പൂണ്ട ആ കാര്യം, റസൂലിനെയും ദീനിനോടുമൊക്കെയുള്ള ആ അരിശം അവന് തീർക്കാൻ സാധിച്ചുവോ എന്ന് അവൻ നോക്കിക്കൊള്ളട്ടെ എന്നാണ് പ്രയോഗം. മൻകാന യദുന്നു അല്ല യൻസുറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ, ഈ ആഖിറത്തിലും ദുനിയാവിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ സഹായിക്കുകയില്ല എന്ന് വിചാരിക്കുന്ന മനുഷ്യൻ, എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ദീനൊക്കെ പെട്ടെന്ന് ഇല്ലാതെയായി പോകും, ഇതൊക്കെ പഴയ നൂറ്റാണ്ടിൽപ്പെട്ട ദീനാണ്, ഇതൊന്നും ഇപ്പോ സാധ്യമല്ല എന്നൊക്കെ പറഞ്ഞ് ഇതിനോട് അരിശം പൂണ്ടുകൊണ്ട് നടക്കുന്ന ആളുകൾ, ഇതിനെയൊക്കെ സംസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ, റസൂലിനെ അവഹേളിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ അള്ളാന്റെ സഹായം ഉണ്ടാവുകയില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ, അവർ നോക്കിക്കൊള്ളട്ടെ, ഫൽയംദുദ് ബിസബബിൻ എന്നാണ് പ്രയോഗം. ഫൽയംദുദ് ബിസബബിൻ, ഒരു കാരണം കൊണ്ട് അവർ നീട്ടട്ടെ എന്നാണ്. അവിടെ തഫ്സീറുകളിലേക്ക് കാണാം, സബബ് എന്നുകൊണ്ട് കയറ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കയറ് കൊണ്ട് അവൻ ആകാശത്തേക്ക് കൊണ്ടുപോയി കെട്ടി
അവിടേക്ക് കയറിപ്പോയി അവൻ നോക്കട്ടെ, അള്ളാഹുവിന്റെ സഹായം വരുന്ന ആ ഭാഗം അവൻ നോക്കട്ടെ, എന്നിട്ട് അതൊന്ന് അടച്ചു കളയട്ടെ, എന്നിട്ടെങ്കിലും അവന്റെ കോപം അവനൊന്ന് ഇല്ലാതെയാക്കട്ടെ എന്നാണ് ആ പ്രയോഗത്തിന്റെ അർത്ഥമെന്ന് കാണാം. അതുപോലെ തന്നെ മറ്റൊരു വിശദീകരണം അതിനുള്ളത്, ഏത് കാരണങ്ങൾ അവർ സ്വീകരിക്കട്ടെ, ലോകത്ത് എന്തൊക്കെ അവർക്ക് ചെയ്യാൻ കഴിയുമോ അതൊക്കെ അത്തരം ആളുകൾ ചെയ്തു കൊള്ളട്ടെ, എന്നിട്ട് അവന്റെ അരിശം തീർക്കാൻ അവൻ സാധിക്കുമെങ്കിൽ അത് അവൻ ചെയ്യട്ടെ. എന്നിട്ട് എന്താണ് അവന് ഫലമായി ലഭിക്കുന്നത്? ഇസ്ലാം ഇല്ലാതെയാകുന്നുണ്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുന്ന ആളുകൾ ഇല്ലാതെയാകുന്നുണ്ടോ എന്നവൻ നോക്കട്ടെ. എത്രയോ കൊല്ലമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട്, എത്രയോ കാലമായി ഈ ദീൻ ഇവിടെ നിലനിൽക്കുന്നു. എത്രയോ ആളുകൾ അതിനെ ആക്ഷേപിക്കുകയും അതിനെ എതിർക്കുകയും അതിനെ തമസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ അവരെടുത്ത ആ കാരണങ്ങൾ കൊണ്ടൊന്നും അള്ളാന്റെ ദീന് നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നും അത് ഇസ്സത്തോടുകൂടെ എത്രയോ ആളുകൾ അതൊക്കെ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ ദീനിനോട് അരിശമുള്ള, ദീനിന്റെ കാര്യങ്ങളോട് അരിശമുള്ള, റസൂലിനോട് അരിശമുള്ള, ഈ ദീനിന് കിട്ടുന്ന സഹായങ്ങൾ അതിനെ അരിശമുള്ള ആളുകൾ അവർ എന്തൊക്കെ കാരണങ്ങൾ അവർ സ്വീകരിച്ചോട്ടെ, ആ കാരണങ്ങൾക്ക് സ്വീകരിച്ച് ഇതിനെ തമസ്കരിക്കാൻ നോക്കിയാൽ അവസാനം എന്താണ് അവർക്ക് ലഭിക്കുന്നത് എന്നവർ നോക്കട്ടെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. അവസാനം അവർക്ക് നിരാശ തന്നെയായിരിക്കും. കാരണം ഈ ദീന് നിലനിൽക്കും, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനമാണ്. അല്ലാഹുവാണ് ആ ദീനിനെ ഇറക്കിയത്, ആ ദീനിനെ അല്ലാഹു തന്നെ സംരക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഈ പ്രകാശത്തെ ആര് ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും അത് മുത്തിമ്മുനൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. ആരൊക്കെ ഈ വെളിച്ചം കെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുവോ അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിക്കുന്നതാണ്, അല്ലാഹു അതിനെ പ്രകാശപൂരിതമാക്കുന്നതാണ്. അത് കാഫിരീങ്ങൾക്ക് എത്ര അരിശമുണ്ടാക്കിയാലും വെറുപ്പുണ്ടാക്കിയാലും ശരിയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയതാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ദീനിനെ എത്ര അവഹേളിച്ചാലും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും അതൊക്കെ നിലനിൽക്കും. അതിന് ഒരാളുടെ തോന്നൽ മാത്രമാണ് ഇതൊക്കെ ഇല്ലാതെയാകും, ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകും, ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ തീർന്നു പോകും എന്ന് തോന്നുന്നത് അത് അവരുടെ തോന്നൽ മാത്രമാണ്. അല്ലാഹുവിന്റെ ദീനാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ ദീനിൽ അടിയുറച്ചു നിൽക്കുവാനും അതിലായി കൊണ്ട് മരിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആയത്ത് ഒരിക്കൽ കൂടി. أعوذ بالله من الشيطان الرجيم. إن الله يدخل الذين آمنوا وعملوا الصالحات جنات تجري من تحتها الأنهار إن الله يفعل ما يريد. من كان يظن أن لن ينصره الله في الدنيا والآخرة فليمدد بسبب إلى السماء ثم ليقطع فلينظر هل يذهبن كيده ما يغيظ. وهذا والله أعلم، وصلى الله على نبينا محمد وآله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.